കഴിഞ്ഞ ദിവസം അങ്ങ് പറഞ്ഞിരുന്നത് UDF പിന്തുണ ജി സുധാകരൻ സ്വീകരിക്കുകയാണെങ്കിൽ അത് ആത്മഹത്യാപരമായിരിക്കും എന്ന് താങ്കൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇപ്പോൾ UDF ജി സുധാകരനെ പിന്തുണയ്ക്കും എന്നുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ഒരു അഭിപ്രായം പറയാൻ താല്പര്യമില്ല. അമ്പലപ്പുഴ യൂണിയൻ വലിയ സ്വാധീനമുള്ളതാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ 40% ഈഴവ വോട്ടുകൾ കൂടിയുള്ള മണ്ഡലമാണ്. അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഈഴവർക്ക് അല്ലെങ്കിൽ SNDPക്ക് നിർണയമായ സ്ഥാനമുണ്ട്. എന്തായിരിക്കും അവിടെ SNDP എടുക്കുന്ന നിലപാട്? അതിപ്പോൾ കഴിയട്ടെ. എല്ലാം സ്ഥാനാർത്ഥികളെല്ലാം SNDPക്ക് നിലപാട് അമ്പലപ്പുഴ മാത്രമല്ല, മൊത്തമല്ലേ. ആ മൊത്തം എടുക്കുമ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം നിർണയിച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് അഭിപ്രായം പറയാം. ഇപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം കണ്ടിട്ടില്ല അഭിപ്രായം പറയേണ്ടത്, എല്ലായിടത്തും വരട്ടെ. അദ്ദേഹം മറിച്ച് ഒന്നും പറഞ്ഞില്ല, പിന്തുണ ഒന്നും നേടിയില്ല. മറിച്ച് പറഞ്ഞ് എൻ്റെ കാല് ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പം എനിക്ക് നല്ല സുഖം, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാനിങ്ങനെ നിൽക്കാൻ പോവുകയാണ്, ഇങ്ങോട്ടൊന്നും പറയണ്ട, സുഖമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഭാര്യ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഭാര്യയെ കണ്ട് ബാത്റൂമിൽ കയറി പോവുകയും ചെയ്തു. UDFന്റെ പിന്തുണ അങ്ങ് നേരത്തെ പറഞ്ഞു ആത്മഹത്യാപരമാണെന്ന്. അതേ നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. അമ്പലപ്പുഴയിലെ കോൺഗ്രസ്സുകാരും ചതിക്കുമോ? ഞാൻ അദ്ദേഹത്തിന് ആരുടെ പിന്തുണയുണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പം അദ്ദേഹം സ്വതന്ത്രനായി നിൽക്കാൻ പോകുന്നതല്ലേ അറിയുന്നത്. ആരുടെയും പിന്തുണ അദ്ദേഹം തന്നാൽ സ്വീകരിക്കും, ആരുടെയും പിന്തുണയ്ക്ക് വേണ്ടി പോവുകയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അമ്പലപ്പുഴയിലെ മത്സരത്തെ എങ്ങനെ കാണുന്നു? ജി സുധാകരന്റെ വിജയ സാധ്യത എത്രത്തോളം ഉണ്ട്? പ്രത്യേകിച്ച് അടിത്തറയുള്ള ഒരു മണ്ഡലമാണ്. അല്ല, അതിപ്പോ സ്ഥാനാർത്ഥി നിർണയിച്ച് ആരുടെ എല്ലാം പിന്തുണ വരുന്നു എന്നുള്ളതൊക്കെ കണക്കാക്കിയിട്ടല്ലേ പറയുന്നത്. ആരുടെയും ഒരു പിന്തുണയില്ലാതെ പുള്ളി ഒറ്റയ്ക്ക് നിൽക്കുന്നാൽ എങ്ങനെ ഇരിക്കും, ആരെങ്കിലുമൊക്കെ പിന്തുണച്ചാൽ എങ്ങനെ ഇരിക്കും, ഇതെല്ലാം കൂടെ കണക്കാക്കണ്ടേ. സുധാകരൻ അമ്പലപ്പുഴയിൽ ഒരു എക്സ് ഫാക്ടറാണ്. കാരണം സാധാരണ LDF UDF മത്സരമാണ് നടക്കല്. പക്ഷെ സുധാകരനെ പോലൊരു നേതാവ് വരുമ്പോൾ അത് അവിടെ ഒരു എക്സ് ഫാക്ടറായിട്ട് മാറില്ല. അല്ല, സുധാകരന് എന്ന് പറഞ്ഞാൽ ഒരു ജനകീയനാണ്. അദ്ദേഹത്തിന് കുറെ ജനപിന്തുണ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. അവർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് സ്വാധീനം ഉള്ള ഒരു മാന്യ വ്യക്തിയാണ്. ഭരണത്തിൽ ഒരു സത്യസന്ധനായ ഒരു മന്ത്രിയാണെന്ന് ചരിത്രം തെളിയിക്കുകയും കേരളത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള മന്ത്രിയാണ്. ഭരണത്തിൽ അദ്ദേഹം മിടുക്കനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇതെല്ലാം കിട്ടുകയും കൊടുക്കുകയും ഭരിക്കുകയൊക്കെ ചെയ്യുന്നതെല്ലാം പാർട്ടിയുടെ അടിസ്ഥാനത്തിലാണല്ലോ. പാർട്ടി കൊടുത്തുകൊണ്ടാണ് അതെല്ലാം ചെയ്യാനെത്തത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ ചർവിതം ചെയ്യാൻ ഇപ്പം നോക്കണ്ട.